ഇപ്പൊ ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിലെ ആന ആണോന്നില്ല, കോൺട്രാക്ടറുടെ സബ് കോൺട്രാക്ടറുടെ ആള് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അയാൾ ഒരു ആക്സിഡന്റ് വിട്ട് മരിച്ചാൽ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കും. നമ്മൾ ലേബർ നിയമങ്ങൾ നോക്കുമ്പോൾ, ലേബർ നിയമങ്ങൾ ഒരു സ്ഥാപനത്തിന് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ആ സ്ഥാപനം ഇൻഡസ്ട്രി എന്നുള്ള ഡെഫിനിഷനിൽ വരണം. ഇപ്പോൾ നമ്മളെ പള്ളിയിൽ അച്ഛനെ പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരിയെ പിരിച്ചുവിട്ടു, ലേബർ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? പള്ളിയും അമ്പലവും മോസ്കും ഒന്നും ഇൻഡസ്ട്രി എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രി എന്നുള്ള ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞാലാണ് ലേബർ നിയമങ്ങൾ ബാധകമാകുന്നത്. അങ്ങനെ ഇൻഡസ്ട്രിക്ക് പ്രധാനമായിട്ട് 4 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ഫാക്ടറി, മറ്റൊന്ന് പ്ലാന്റേഷൻ, മൂന്നാമത്തെ മൈൻസ്, 4 ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ഈ ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാ ഷോപ്പും അതിൽ കവേർഡാണ്, എല്ലാ ഹോട്ടൽസ് കവേർഡാണ്, എല്ലാ ഹോസ്പിറ്റൽസ് കവേർഡാണ്. അതുപോലെ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, ഈ പ്രൈവറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണലൈസ്ഡ് ബാങ്കുകളെയും ഷെഡ്യൂൾ ബാങ്കുകളെയും ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഈ പ്രൈവറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിനകത്താണ് വരുന്നത്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഇതിനൊരു രജിസ്ട്രേഷൻ എടുക്കുക. ബാക്കി ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ ഈ 8 മണിക്കൂർ ജോലി എന്നുള്ളതും, അതുപോലെ തന്നെ എത്ര ലീവ് കൊടുക്കണം, അതൊക്കെ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരാൾക്ക് 12 ഏൺ ലീവ്, 12 കാഷ്വൽ ലീവ്, 12 സിക്ക് ലീവ്. അതേസമയം ESIൽ കവർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ സിക്ക് ലീവ് നിങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ ഈ ലീവിൻ്റെ നിയമങ്ങളും, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ലീവ് പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ കാഷ്വൽ ലീവില്ല. അപ്പോൾ അത് ആ സ്റ്റേറ്റ് ആക്ട് ആയതുകൊണ്ട് അവിടുത്തെ ലീവ് പാറ്റേണും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ അവിടുത്തെ ഷോപ്പ് ആക്ടിൽ തന്നെ നോക്കണം. Great Leap, encouraging employment values.